വെൽക്കം ടു അവളിടം ബൈ നീതു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം റെസിപ്പി ആയിട്ടാണ്. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ആ പരീക്ഷണം വിജയിച്ചോ അതോ ഫെയിലായോ അത് മാത്രമല്ല ഈ ഷേക്കിന് രുചി ഉണ്ടോയെന്നൊക്കെ അറിയണ്ടേ. അതിന് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗളിനകത്ത് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പാലും വേണം, അതും ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിനകത്തേക്ക് മാങ്ങ വേണം, പഴുത്ത 2 മാങ്ങ ഞാനിവിടെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നാരി സിറപ്പാണ്, ഇതും വേണം, ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അതിൽ. ഇനി ഐസ്ക്രീമും കൂടെ വേണം കേട്ടോ, അത് ഞാനിതിൽ കാണിക്കാൻ മറന്നുപോയി. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് കട്ടിയാക്കിയ പാലും ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർത്താൽ മതി. ഇനി 2 സ്പൂൺ ഐസ്ക്രീമും കൂടി ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ കട്ടയാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ ഞാൻ മധുരം നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഇനി അതൊന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുള്ള തണ്ണിമത്തനില്ലേ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തണ്ണിമത്തനും മാങ്ങയ്ക്കും മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതും ഇതേപോലെ നമുക്ക് അരച്ചെടുക്കാം. തണ്ണിമത്തന് വല്ലാതെ അങ്ങോട്ട് അരയേണ്ട, ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നത് നല്ല രസമാണ്. അപ്പോൾ തണ്ണിമത്തൻ ചേർത്തപ്പോൾ കുറച്ചൊരു ലൂസായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, നന്നായി സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സിറപ്പിൻ്റെ ഫ്ലേവർ ഇതിനകത്തേക്ക് വരണം. ഇപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഞാൻ അതും ഒന്നും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാട്ടർമെലൺ കൂടെ ചേർത്തപ്പോൾ അതിൻ്റെ കളറൊന്നും മാറിയല്ലോ. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതിനിട്ട് ആദ്യം കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ ചേർത്താൽ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ലാസ്റ്റ് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് പരീക്ഷ റെസിപ്പി ആയതുകൊണ്ട് പറയണതല്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ വാട്ടർമെലൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ ഈ വാട്ടർമെലണിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണേ. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.